Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Vandoor. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. കനത്ത മഴയിലും റോഡ് ടാറിംഗ് നടത്തുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആത്മാർത്ഥതയിൽ അന്തംവിട്ട് നാട്ടുകാർ. രാത്രിയിലും മഴ തിമിർത്ത് പെയ്യുമ്പോഴും കാളികാവ് അങ്ങാടിക്കടുത്ത് ടാറിംഗ് പ്രവൃത്തി തകൃതിയായിരുന്നു. പെരുമഴയത്ത് റോഡിലെ വെള്ളം കോരി ഒഴിച്ചാണ് പ്രവൃത്തി നടത്തിയത്. ടാറിംഗ് നടത്തുന്നതിന് മുൻപ് റോഡിൽ ഒഴിക്കുന്ന എമൽസൺ ഉപയോഗിക്കുന്നതിനാൽ 90 ഡിഗ്രി ചൂടിൽ ടാറിംഗ് നടത്താമെന്നാണ് അധികൃതരുടെ നിലപാട്. 12 കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. ജനങ്ങളുടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് മുഖം നൽകാതെ രാത്രിയിലും റോഡിൽ നിന്ന് വെള്ളം കോരിക്കളഞ്ഞാണ് ടാറിംഗ് നടത്തിയത്. ഇത്തവണ വേനൽ വേണ്ടുവോളം ലഭിച്ചിട്ടും അന്നൊന്നും ഇതിന് മുതിരാതിരുന്ന അധികൃതർ ഇപ്പോൾ പെയ്യുന്ന കനത്ത മഴയിൽ ധൃതി പിടിച്ച് നടത്തുന്ന പ്രവൃത്തി നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുകയാണ്. പിന്നെ വെയിൽ ആയിട്ട് ഈ മഴക്കാലത്ത് തന്നെ ഇത് മിക്സായി കൂട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട MLA എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാണ്. എത്ര കാലം മഴ ഇപ്പോൾ ഇന്നൊന്നിനെ തുടങ്ങിയോ, അതിന് മുമ്പ് എത്രങ്ങാനും ദിവസങ്ങളുണ്ടായിരുന്നു ഈ ടാർ ചെയ്യാൻ. അപ്പോൾ മനഃപൂർവ്വം ഇത് ചെയ്യുന്നൊരു പരിപാടി ഇതിൻ്റെ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും ഇത് ചെയ്യാനില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം റോഡ് നന്നാകാൻ വേണ്ടിയല്ല, അവരെ ഫണ്ട് പാസ്സാകാൻ വേണ്ടി മാത്രമല്ല ടാറിങ് ആണെന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അല്ലാതെ എന്താ പിന്നൊക്കെ പറയാം, ഈ കോരി ചെയ്യുന്ന മഴയത്ത് ടാറിട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യരും അറിയാതെ റോഡിൽ പിടിക്കില്ല. അത് കുറച്ച് കാലം വരെ കഴിഞ്ഞാൽ കുണ്ടും കുഴി ആവുന്നില്ലത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ വിട്ടുകളാക്കാനുള്ള ആർക്കും മനസ്സിലാണത്. അവർക്ക് അവരെ കോൺട്രാക്ടർമാർക്ക് അവരുടെ ഫണ്ട് പാസ്സാകാനുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാളികാവുന്ന ജനങ്ങൾക്ക് പ്രതികരിക്കണം. ബഹുമാനപ്പെട്ട MLA അനിൽകുമാർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം. അതേ നമുക്ക് പറയാനുള്ളൂ. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗ്രാമീണ അടിസ്ഥാന വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് നടത്തുന്നത്. ടാറിംഗിലെ അശാസ്ത്രീയത കാരണം പല ഭാഗങ്ങളിലും റോഡിൽ കുഴി ഉണ്ടാവുകയും അരികുകൾ ഇടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. 4 നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.